സ്വാഭാവികമായിട്ടും ഈ തെരഞ്ഞെടുപ്പ് കേരളത്തിലെ സർക്കാരിനെ സംബന്ധിച്ചുള്ള ഒരു വിലയിരുത്തലായിട്ട് മാറും എന്നാണ് നമ്മൾ മനസ്സിലാക്കുന്നത്. അൻവർ ഉന്നയിച്ചുള്ള പ്രശ്നങ്ങളിൽ ഏറ്റവും പ്രധാനം കേരള ഭരണത്തിൽ, പ്രത്യേകിച്ച് പോലീസ് ഭരണത്തിൽ ഉണ്ടായിരിക്കുന്ന അത്യന്തം ഗുരുതരമായിട്ടുള്ള ചില പാളിച്ചകളാണ്. കറപ്ഷൻ്റെ പ്രശ്നമുണ്ട്, അതേപോലെ തന്നെ സംഘപരിവാര അനുകൂലമായ നിലപാടുകളുടെ പ്രശ്നമുണ്ട്, മുസ്ലിം വിരുദ്ധമായിട്ടുള്ള സമീപനങ്ങളുടെ പ്രശ്നമുണ്ട്. ഇതെല്ലാം അദ്ദേഹം തുറന്നു പറഞ്ഞപ്പോഴാണ് ഒരു സ്റ്റേജിൽ വെച്ചിട്ട് മുഖ്യമന്ത്രി അദ്ദേഹത്തെ കട്ട് ചെയ്ത് കളയുന്നു. തീർച്ചയായും അത് ഇടതുപക്ഷത്തിൻ്റെ ഭാഗമായി 15 വർഷക്കാലം നിന്ന ഇടതുപക്ഷത്തിൻ്റെ ഏറ്റവും ശക്തനായിട്ടുള്ള വക്താവും പ്രവർത്തകനുമായിട്ട് ആ പ്രദേശത്ത് നിലയുറപ്പിച്ച അൻവറിനെ പോലുള്ള ആൾ ഈ തരത്തിൽ മറുഭാഗത്തേക്ക് പോകാനുള്ള കാരണം എന്തായിരിക്കും എന്നുള്ളത് മലബാറിലെ രാഷ്ട്രീയ അനുഭവങ്ങളിൽ നിന്ന് നമുക്ക് മനസ്സിലാക്കാൻ കഴിയും. നിർഭാഗ്യവശാൽ കേരളത്തിലെ ഇന്നത്തെ അവസ്ഥയിൽ പിണറായി വിജയനെ അല്ലെങ്കിൽ അദ്ദേഹത്തിൻ്റെ കുടുംബത്തെ വിമർശിക്കുക എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ പാർട്ടിയിൽ നിന്ന് പുറത്തു പോവുക എന്ന് തന്നെയാണ് അർത്ഥം. ആ നിലയിലാണ് അൻവർ മറുഭാഗത്തേക്ക് പോവേണ്ടതായിട്ട് വന്നത്. അതുകൊണ്ട് ഈ തെരഞ്ഞെടുപ്പ് ഏറ്റവും പ്രധാനമായി നോക്കിയാൽ കേരളത്തിൻ്റെ മുഖ്യമന്ത്രിയായി നിൽക്കുന്ന പിണറായി വിജയനും അദ്ദേഹത്തിനോട് ശക്തമായിട്ട് വിയോജിപ്പ് പ്രകടിപ്പിക്കുന്ന മറ്റ് രാഷ്ട്രീയ സാമൂഹിക പ്രസ്ഥാനങ്ങളും തമ്മിലുള്ള ഒരു ഏറ്റുമുട്ടലായിട്ടാണ് കാണേണ്ടത്. മുസ്ലിം സമുദായത്തിലെ, പ്രത്യേകിച്ച് മുസ്ലിം ലീഗിലെയൊക്കെയുള്ള രാഷ്ട്രീയ നേതാക്കളെ ഇങ്ങോട്ട് കൊണ്ടുവന്നുകൊണ്ട് ഇടതുപക്ഷത്തിൻ്റെ ഭാഗമാക്കി മാറ്റാനുള്ള ശ്രമം അത് അടിസ്ഥാനപരമായിട്ട് പരാജയപ്പെടുകയാണ് എന്ന ഒരു പ്രധാനപ്പെട്ട സന്ദേശം കൂടി ഈ തെരഞ്ഞെടുപ്പ് നൽകുന്നുണ്ട്. നിലമ്പൂർ പോരാട്ടങ്ങളുടെ ഭൂമിയാണ്. ദീർഘകാലമായി നിരവധി കൊളോണിയൽ വിരുദ്ധ പോരാട്ടങ്ങളും പിന്നീട് ഭൂമിയുടെ സമ്പത്തുകളെ നേടിയെടുക്കാനുള്ള പോരാട്ടങ്ങളുമായി ധാരാളം അനുഭവങ്ങൾ നിലമ്പൂരിൻ്റെ ഭൂമിയിൽ നിന്നും നമുക്ക് കണ്ടെത്താനുണ്ട്. നിലമ്പൂരിൽ ആയിരുന്നു മലബാർ കലാപകാലത്ത് വാരിയൻകുന്നത്ത് കുഞ്ഞഹമ്മദ് ഹാജിയും സംഘവും അവസാനമായിട്ട് തമ്പടിച്ചിരുന്നത്. അവിടെ നിന്നാണ് അദ്ദേഹത്തെ പിടിച്ചുകൊണ്ടുപോയി മലപ്പുറത്ത് കൊണ്ടുപോയി വെടിവെച്ച് കൊന്നത്. അതേപോലെ തന്നെ ധാരാളം സംഘർഷങ്ങൾ ആ പ്രദേശത്തുണ്ടായിട്ടുണ്ട്. ഏറ്റവും അവസാനം നക്സലൈറ്റുകൾ എന്ന പേരിൽ 2 പേരെ ആ പ്രദേശത്ത് വെച്ചാണ് ഈ സർക്കാർ വെടിവെച്ച് കൊന്നിട്ടുള്ളത്. അതേപോലെ തന്നെ അവിടെയുള്ള കർഷക ജനസാമാന്യത്തിൻ്റെ ജീവിതത്തിലെ ഏറ്റവും പ്രധാനപ്പെട്ട അനുഭവം പ്രകൃതിയുമായിട്ടും വന്യജീവികളുമായിട്ടുമുള്ള നിരന്തരമായ സംഘർഷത്തിൻ്റെ കഥകളാണ് അവർക്ക് പറയാനുള്ളത്. പന്നി മുതൽ കാട്ടുപോത്ത് മുതൽ ആന വരെയുള്ള നിരവധി വന്യമൃഗങ്ങൾ വീടുകളിലേക്ക് കയറി വരുന്ന അവസ്ഥ നിലനിൽക്കുന്നൊരു പ്രദേശമാണ്. അപ്പം അതുകൊണ്ട് ഇന്നുള്ള കേരളത്തിൻ്റെ കിഴക്കൻ മലയോര പ്രദേശത്തെ ജനങ്ങളുടെ ജീവിതത്തിൻ്റെ സംഘർഷങ്ങളുടെ, പ്രതിസന്ധികളുടെ, ഗുരുതരമായ പ്രശ്നങ്ങളുടെ ഒരു പ്രധാനപ്പെട്ട ഭൂമികയായിട്ട് നിലമ്പൂരിനെ കാണാം. അവിടെ ആണ് ഈ ജൂൺ 19 വീണ്ടും ഒരു തെരഞ്ഞെടുപ്പ് നടക്കാൻ പോകുന്നത്. സ്വാഭാവികമായിട്ടും ഈ തെരഞ്ഞെടുപ്പ് കേരളത്തിലെ സർക്കാരിനെ സംബന്ധിച്ചുള്ള ഒരു വിലയിരുത്തലായിട്ട് മാറും എന്നാണ് നമ്മൾ മനസ്സിലാക്കേണ്ടത്. കാരണം നിലമ്പൂരിൽ കഴിഞ്ഞ 2 തവണയായിട്ട് ഇടതുപക്ഷ ജനാധിപത്യ മുന്നണിയുടെ MLA ആയി പ്രവർത്തിച്ച PV അൻവർ, അദ്ദേഹം തന്നെയാണ്, അദ്ദേഹത്തിൻ്റെ രാജിയിലൂടെയാണ് ഇങ്ങനെയൊരു തെരഞ്ഞെടുപ്പ് മത്സരം അവിടെ ഉണ്ടായത്. എന്തുകൊണ്ടാണ് അൻവർ, ഇടതുപക്ഷ ജനാധിപത്യ മുന്നണി കഴിഞ്ഞ 10-15 വർഷമായിട്ട് വളർത്തിക്കൊണ്ടുപോകുന്ന ഒരു നേതാവ്, ഇപ്പോൾ ആ മുന്നണിക്കും CPM-നും എതിരായിട്ട് അതിശക്തിയായിട്ട് നിൽക്കുന്നത് എന്ന ചോദ്യത്തിലൂടെയാണ് ഇന്നുള്ള രാഷ്ട്രീയ മാറ്റങ്ങളെ നമ്മൾക്ക് സമീപിക്കാൻ കഴിയുക. അൻവർ ഉന്നയിച്ചുള്ള പ്രശ്നങ്ങളിൽ ഏറ്റവും പ്രധാനം കേരള ഭരണത്തിൽ, പ്രത്യേകിച്ച് പോലീസ് ഭരണത്തിൽ ഉണ്ടായിരിക്കുന്ന അത്യന്തം ഗുരുതരമായിട്ടുള്ള ചില പാളിച്ചകളാണ്. കറപ്ഷൻ്റെ പ്രശ്നമുണ്ട്, അതേപോലെ തന്നെ സംഘപരിവാര അനുകൂലമായ നിലപാടുകളുടെ പ്രശ്നമുണ്ട്, മുസ്ലിം വിരുദ്ധമായിട്ടുള്ള സമീപനങ്ങളുടെ പ്രശ്നമുണ്ട്. ഇതെല്ലാം അദ്ദേഹം തുറന്നു പറഞ്ഞപ്പോഴാണ് ഒരു സ്റ്റേജിൽ വെച്ചിട്ട് മുഖ്യമന്ത്രി അദ്ദേഹത്തെ കട്ട് ചെയ്ത് കളയുന്നത്. അന്ന് വരെ മുഖ്യമന്ത്രിയെ എൻ്റെ പിതാവിനെ പോലെ ബഹുമാനിക്കുന്ന ഒരാൾ എന്ന് പറഞ്ഞ PV അൻവർ പിന്നീട് പിണറായി വിജയനാണ് കേരളത്തിലെ ഏറ്റവും പ്രധാനപ്പെട്ട സാമൂഹിക വിരുദ്ധ ശക്തികളുടെ കേന്ദ്രസ്ഥാനം എന്ന മട്ടിൽ സംസാരിക്കാൻ തുടങ്ങി. അദ്ദേഹം അതിനെ പിണറായിസം എന്നാണ് വിശദീകരിക്കുന്നത്.
തീർച്ചയായും അത് ഇടതുപക്ഷത്തിൻ്റെ ഭാഗമായി 15 വർഷക്കാലം നിന്ന ഇടതുപക്ഷത്തിൻ്റെ ഏറ്റവും ശക്തനായിട്ടുള്ള വക്താവും പ്രവർത്തകനുമായിട്ട് ആ പ്രദേശത്ത് നിലയുറപ്പിച്ച അൻവറിനെ പോലുള്ള ആൾ ഈ തരത്തിൽ മറുഭാഗത്തേക്ക് പോകാനുള്ള കാരണം എന്തായിരിക്കും എന്നുള്ളത് മലബാറിലെ രാഷ്ട്രീയ അനുഭവങ്ങളിൽ നിന്ന് നമുക്ക് മനസ്സിലാക്കാൻ കഴിയും. സി പി എമ്മുമായിട്ട് യോജിച്ച് നിൽക്കുന്ന ആളുകൾ ഇന്ന് ആ പാർട്ടിയുടെ ഏറ്റവും ശക്തനായിട്ടുള്ള ഏറ്റവും പ്രമുഖനായിട്ടുള്ള നേതാവിൻ്റെയും കുടുംബത്തിൻ്റെയും താല്പര്യങ്ങളെ സംരക്ഷിക്കാൻ ബാധ്യസ്ഥരാണ് എന്ന ഒരവസ്ഥ വന്നു ചേർത്തിട്ടുണ്ട്. അത് സാധാരണ നിലയിൽ ഒരു കമ്മ്യൂണിസ്റ്റ് പാർട്ടിയിൽ ഒരിക്കലും ഉണ്ടാകാൻ പാടില്ലാത്തൊരവസ്ഥയാണ്. നിർഭാഗ്യവശാൽ കേരളത്തിലെ ഇന്നത്തെ അവസ്ഥയിൽ പിണറായി വിജയനെ അല്ലെങ്കിൽ അദ്ദേഹത്തിൻ്റെ കുടുംബത്തെ വിമർശിക്കുക എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ പാർട്ടിയിൽ നിന്ന് പുറത്തു പോവുക എന്ന് തന്നെയാണ് അർത്ഥം. ആ നിലയിലാണ് അൻവർ മറുഭാഗത്തേക്ക് പോവേണ്ടതായിട്ട് വന്നത്. അതുകൊണ്ട് ഈ തെരഞ്ഞെടുപ്പ് ഏറ്റവും പ്രധാനമായി നോക്കിയാൽ കേരളത്തിൻ്റെ മുഖ്യമന്ത്രിയായി നിൽക്കുന്ന പിണറായി വിജയനും അദ്ദേഹത്തിനോട് ശക്തമായിട്ട് വിയോജിപ്പ് പ്രകടിപ്പിക്കുന്ന മറ്റ് രാഷ്ട്രീയ സാമൂഹിക പ്രസ്ഥാനങ്ങളും തമ്മിലുള്ള ഒരു ഏറ്റുമുട്ടലായിട്ടാണ് കാണേണ്ടത്. പിണറായി വിജയൻ്റെ ഭരണത്തെ മാത്രമല്ല അദ്ദേഹത്തിൻ്റെ വ്യക്തിഗതമായ നേതൃത്വത്തെയും ചോദ്യം ചെയ്യുന്ന ഒരു തെരഞ്ഞെടുപ്പായിട്ട് ഇത് വരും. ഈ തെരഞ്ഞെടുപ്പിൽ ആര് വിജയിക്കും ആര് പരാജയപ്പെടും എന്നുള്ളതിനെക്കുറിച്ച് അധികം ചർച്ച ചെയ്യേണ്ട കാര്യമുണ്ടെന്ന് എനിക്ക് തോന്നുന്നില്ല. കാരണം നിലമ്പൂർ എല്ലാ കാലത്തും UDF ശക്തമായിട്ടുള്ള വേരോട്ടമുള്ള മണ്ഡലമായിരുന്നു. യഥാർത്ഥത്തിൽ ഈ PV അൻവർ എന്ന് പറയുന്ന പഴയ കോൺഗ്രസ്സുകാരനെ കോൺഗ്രസ് കുടുംബത്തിൽ നിന്നുള്ള വളരെ പ്രമുഖനായിട്ടൊരു വ്യവസായിയെ പിടിച്ചുകൊണ്ടു വന്നിട്ട് തങ്ങളുടെ സ്ഥാനാർത്ഥിയാക്കി വിജയിപ്പിച്ചതിലൂടെ മാത്രമാണ് നിലമ്പൂർ LDF ഭാഗമായത്. അതുവരെ അത് CPയുടെ സീറ്റായിരുന്നു. CPയുടെ സ്ഥാനാർത്ഥിയെ ഇരിക്കെ തന്നെ അൻവറിന് വോട്ടുകൾ മാറ്റി കൊടുത്തുകൊണ്ടാണ് അൻവറിനെ അവിടെ അവർ പ്രധാനപ്പെട്ട രാഷ്ട്രീയ നേതാവാക്കി CPM ഉയർത്തിക്കൊണ്ട്. അത് സത്യത്തിലൊരു ചതി അതിനകത്തുണ്ടായിരുന്നു. സ്വന്തം സഖ്യകക്ഷിയായ CPIയുടെ സ്ഥാനാർത്ഥിക്ക് വോട്ട് കൊടുക്കാതെ അൻവറിന് വോട്ട് മറിച്ചുകൊണ്ടാണ് ആ സീറ്റ് യഥാർത്ഥത്തിൽ അൻവറിലൂടെ തങ്ങളുടെ കൈവശപ്പെടുത്തുന്നതിൽ CPM വിജയിച്ചത്. അത്തരത്തിലുള്ള കുതന്ത്രങ്ങൾ, ആ കുതന്ത്രങ്ങളുടെ സ്വാഭാവികമായിട്ടുള്ള ഒരു തകർച്ച, അതിൻ്റെ പരാജയത്തിലേക്ക് ഇന്ന് കാര്യങ്ങൾ നീങ്ങുകയാണ് എന്നുള്ളതാണ് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം. അതുകൊണ്ട് ഈ തെരഞ്ഞെടുപ്പിൽ LDFന് ഒരു തിരിച്ചടി നേരിടുകയാണെങ്കിൽ അത് വരാൻ പോകുന്ന തെരഞ്ഞെടുപ്പുകളിലെ പ്രത്യേകിച്ച് അടുത്ത വർഷം നടക്കാൻ പോകുന്ന നിയമസഭാ തെരഞ്ഞെടുപ്പിൽ പോലും പൊതുവിൽ മലബാർ പ്രദേശത്താകെ ഒരു സ്വാധീനം ചെലുത്തും എന്നുള്ളതാണ് നമ്മൾ മനസ്സിലാക്കേണ്ടത്. അതിനുള്ള കാരണം മലബാറിലെ ഒരുപാട് മണ്ഡലങ്ങളിൽ നിലമ്പൂരിലെ പോലെ തന്നെ മുസ്ലിം വോട്ടുകൾ വളരെ പ്രധാനപ്പെട്ട ഒരു ഘടകമാണ്. അവിടെ ഏതാണ്ട് 55% മുസ്ലിം വോട്ടുകളുണ്ട് എന്നാണ് ഞാൻ മനസ്സിലാക്കുന്നത്. അത് വളരെ പ്രധാനപ്പെട്ട ഒരു മണ്ഡലമാണ് മുസ്ലിം സമുദായത്തെ സംബന്ധിച്ചിടത്തോളം. ആ തരത്തിലുള്ള ഒരു സ്വിങ്, ഇടതുപക്ഷത്തിനെതിരായിട്ടുള്ള ഒരു സമീപനം പൊതുവിൽ കമ്മ്യൂണിറ്റിയിൽ വികസിക്കുന്നുണ്ട് എന്ന ബോധ്യം വരികയാണെങ്കിൽ അടുത്ത നിയമസഭാ തെരഞ്ഞെടുപ്പിലും അതിനു മുമ്പ് നടക്കാൻ പോകുന്ന തദ്ദേശ തെരഞ്ഞെടുപ്പിലും ഒക്കെ തന്നെ ഈ ശാക്തീകരണ പ്രക്രിയ അല്ലെങ്കിൽ ഈ ഏകീകരണ പ്രക്രിയ നടക്കാൻ സാധ്യതയുണ്ട്. അങ്ങനെ വരുമ്പോൾ മലബാറിലെ നിരവധി മണ്ഡലങ്ങളിൽ LDFന് വലിയ പരാജയം നേരിടേണ്ടതായിട്ട് വരും. അതേപോലെ തന്നെ വളരെ പ്രധാനപ്പെട്ട ഒരു വിഷയം ഈ തെരഞ്ഞെടുപ്പുമായിട്ട് നമ്മൾ ചർച്ച ചെയ്യുന്ന സമയത്ത് ആലോചിക്കേണ്ടത്, അൻവർ ഒരു പ്രതീകമാണ്. CPM അവരുടെ പാർട്ടിയുടെ അവരുടെ പ്രസ്ഥാനത്തിൻ്റെ വിജയത്തിന് വേണ്ടിയിട്ട് ഔട്ട്സോഴ്സ് ചെയ്യുക എന്ന പ്രക്രിയ നടപ്പിലാക്കിയത് വഴിയാണ് അൻവറിനെ പോലുള്ള ആൾ കൊണ്ട്, അദ്ദേഹം പാർട്ടിക്കാരനല്ല, അദ്ദേഹം കോൺഗ്രസ്സുകാരൻ ഒരാളെ വെച്ചുകൊണ്ട് പാർട്ടിയുടെ താല്പര്യങ്ങളെ സംരക്ഷിക്കുക എന്നുള്ളതായിരുന്നു. അത് പാർട്ടി പ്രവർത്തനമല്ല പ്രധാനം, പാർട്ടി വികസിപ്പിക്കലല്ല പ്രധാനം, മറിച്ച് വിജയിക്കാൻ വേണ്ടി, തെരഞ്ഞെടുപ്പ് വിജയിക്കാൻ വേണ്ടി ഏതു തരം തന്ത്രങ്ങളും പയറ്റുക, അതിനപ്പുറത്തിരിക്കുന്ന അസംതൃപ്തരായ ആളുകളെ കൊണ്ടുവരിക എന്ന ഒരു തന്ത്രമാണ് കഴിഞ്ഞ 10-20 വർഷമായിട്ട് ഈ പ്രദേശങ്ങളിലൊക്കെ പയറ്റിയത്. അത് കൊടുവള്ളിയിലേത് പയറ്റി PT റഹീം എന്ന് പറയുന്ന മുസ്ലിം ലീഗുകാരനെ വെച്ചിട്ട്, പിന്നീട് അദ്ദേഹത്തെ കുന്നകലത്തേക്ക് പറ്റി കാരാട്ട് റസാഖ് എന്ന് പറയുന്ന മറ്റൊരു ലീഗുകാരനെ വെച്ച് അത്തരം നയങ്ങൾ പറ്റി, KT ജലീലിനെ വെച്ചുകൊണ്ട് കുറ്റിപ്പുറത്ത് ആശ്രമങ്ങൾ നടത്തി, മഞ്ഞളാംകുഴി അലിയെ വെച്ചുകൊണ്ട് മങ്കടയിലത് പയറ്റി, തിരൂരിൽ അബ്ദുറഹ്മാനെ വെച്ചുകൊണ്ട് അങ്ങനെ പയറ്റി, ആ തരത്തിൽ പല ആളുകളെ വെച്ചുകൊണ്ട് പയറ്റിയ ഈ രാഷ്ട്രീയ തന്ത്രം ഇപ്പോൾ വലിയ തോതിലുള്ള ഒരു പരാജയത്തിലേക്ക് നീങ്ങുന്നു എന്നതിൻ്റെ തെളിവാണ് അൻവറിനെ പോലെ ദീർഘകാലം ഇടതുപക്ഷത്തിൻ്റെ കൂടെ നിന്ന ആളുകൾ മറുഭാഗത്തേക്ക് പോയ അവസ്ഥ. ഇത് ജലീൽ മാത്രമല്ല, ഇത് അൻവർ മാത്രമല്ല, ജലീലിനെ പോലുള്ള ആളുകൾ ഇപ്പോൾ രാഷ്ട്രീയ രംഗത്ത് നിന്ന് ഏതാണ്ട് പിൻവാക്കിയ മട്ടിലാണ്. മഞ്ഞളാംകുഴി അലി മറുഭാഗത്തേക്ക് പോയി കഴിഞ്ഞു. നേരത്തെ അവർ പൊക്കിക്കൊണ്ടുവന്ന ഹുസൈൻ രണ്ടത്താണിയെ പോലുള്ള ആളുകളും രംഗത്ത് നിന്ന് അപ്രത്യക്ഷമായി.
കൊടുവള്ളിയിൽ യഥാർത്ഥത്തിൽ കാരാട്ട് റസാക്കിനെ പോലുള്ള ആളുകൾ തങ്ങളുടെ അസംതൃപ്തി പരസ്യമായിട്ട് പലതവണ പറഞ്ഞു കഴിഞ്ഞു. അപ്പോൾ അതായത് മുസ്ലിം സമുദായത്തിലെ പ്രത്യേകിച്ച് മുസ്ലിം ലീഗിലെയൊക്കെയുള്ള രാഷ്ട്രീയ നേതാക്കളെ ഇങ്ങോട്ട് കൊണ്ടുവന്നുകൊണ്ട് ഇടതുപക്ഷത്തിൻ്റെ ഭാഗമാക്കി മാറ്റാനുള്ള ശ്രമം അത് അടിസ്ഥാനപരമായിട്ട് പരാജയപ്പെടുകയാണ് എന്ന ഒരു പ്രധാനപ്പെട്ട സന്ദേശം കൂടി ഈ തെരഞ്ഞെടുപ്പ് നൽകുന്നുണ്ട്. ഇത് CPM യഥാർത്ഥത്തിൽ ഈ നിലപാടായിരുന്നില്ല സ്വീകരിച്ചത്. എല്ലാ കാലത്തും CPMൻ്റെ നിലപാട്, പ്രത്യേകിച്ചും 96-ലെ ചണ്ഡീഗഡ് കോൺഗ്രസിന് ശേഷം മുസ്ലിം സമുദായത്തിൻ്റെ പ്രശ്നങ്ങൾ ഉയർത്തിക്കൊണ്ട് ആ സമുദായത്തിലേക്ക് നേരിട്ട് കടന്നു ചെല്ലുക, ആ സമുദായത്തിൽ നിന്ന് നേതാക്കളെ ഉയർത്തിക്കൊണ്ടുവരിക എന്ന സമീപനമായിരുന്നു സ്വീകരിച്ചത്. ആ സമീപനത്തെ അട്ടിമറിച്ചുകൊണ്ടാണ് ഈ അസംതൃപ്തരെ വെച്ചുകൊണ്ട് താൽക്കാലിക നേട്ടങ്ങൾ ഉണ്ടാക്കാൻ ശ്രമങ്ങൾ നടത്തിയത്. അത് അമ്പേ പരാജയപ്പെടുകയാണ്. ഇതെല്ലാം ചൂണ്ടിക്കാണിക്കുന്നത് CPMനെ സംബന്ധിച്ചിടത്തോളം അടുത്ത നിയമസഭാ തെരഞ്ഞെടുപ്പോടുകൂടി വലിയ ഗുരുതരമായ ഒരു ആഭ്യന്തര പ്രതിസന്ധി ഉണ്ടാകാനുള്ള സാധ്യതയുണ്ട്. കാരണം അവർ കേരളത്തിൽ വിജയിക്കാനായിട്ട് അവർ കൊണ്ടുവന്ന നയങ്ങൾ പതുക്കെ അതിൻ്റെ അടിത്തറ തകരുകയാണ്. ഇടതുപക്ഷ പ്രസ്ഥാനത്തെ സംബന്ധിച്ചിടത്തോളം അവർക്ക് നിലനിൽപ്പിൻ്റെ സാധ്യതകൾ കൂടുതൽ പ്രതിസന്ധിയിലേക്ക് നീങ്ങുകയാണ് എന്ന ഒരു തോന്നലുണ്ടാക്കുന്ന ഒരവസ്ഥയാണ് ഇന്നുള്ളത്. തീർച്ചയായും അടുത്ത മാസം നടക്കുന്ന ഈ തെരഞ്ഞെടുപ്പിൻ്റെ വിജയം അല്ലെങ്കിൽ ഈ തെരഞ്ഞെടുപ്പിൻ്റെ വിധി CPMനെ സംബന്ധിച്ചിടത്തോളം വളരെ നിർണായകമായ ചില പ്രശ്നങ്ങൾ ഉണ്ടാക്കിയെടുക്കും. മറുഭാഗത്ത് UDFനെ സംബന്ധിച്ചിടത്തോളം ഇത് ഒരു സീറ്റ് തിരിച്ചു പിടിക്കാനുള്ള ശ്രമമാണ്. ഇടതുപക്ഷ ഭാഗമായിരുന്ന ഒരു സീറ്റ് തിരിച്ചു പിടിക്കാനുള്ള ശ്രമമാണ്. അതിനിവരുടെ സഹായിക്കുന്നത് അൻവർ എന്ന് പറയുന്ന പഴയ ഇടതുപക്ഷക്കാരൻ തന്നെയാണ് എന്നുള്ളതാണ് ഏറ്റവും രസകരമായ തമാശ.